ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യത ഉള്ള 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനെ പറ്റിയാണ്. ഓക്കെ, കേന്ദ്ര സർക്കാരിൽ അത്യാവശ്യം നല്ല വേക്കൻസിയിൽ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാമിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അറിയാം, അവിടെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, MTSൻ്റെ എക്സാമാണ്, മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ എക്സാമിനേഷനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ എക്സാമിനേഷനാണ്. അത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എന്നാണ്, 26-ാം തീയതിയാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഡേറ്റ് 28ആണ്. 26-ാം തീയതിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആയിട്ടുള്ളത്. അടുത്ത മാസം ജൂലൈ 27 വരെ എന്തുണ്ട്, നമുക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ SSCയുടെ സൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ മാറ്റി വയ്ക്കുമ്പോൾ ആ ഒരു ടൈമിലേക്ക് എത്തുന്ന സമയത്ത് സൈറ്റിൻ്റെ എന്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്, സൈറ്റ് ട്രാഫിക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്ത് ചെയ്യരുത്, ലാസ്റ്റിലേക്ക് മാറ്റി വയ്ക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വീഡിയോ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അല്ലാതെ ചാടി കയറി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. എന്താണ് ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോട്ടിഫിക്കേഷൻ 26-ാം തീയതി ഓപ്പണായി ക്ലോസ് ആവുന്ന 24-ാം തീയതിയാണ്. ഇനി എക്സാം പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് 20 സെപ്റ്റംബർ മുതൽ 24 ഒക്ടോബറിൻ്റെ ഇടയ്ക്കാണ് എന്ത് പറഞ്ഞേക്കുന്നത്, എക്സാം നടത്താനായിട്ട് പോകുന്നതെന്നുള്ളത് SSC പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. ഏകദേശം 87 പേജുള്ള ഒരു വലിയ നോട്ടിഫിക്കേഷനാണ് നമുക്ക് വന്നത്. ഞാൻ അതിനകത്തുനിന്ന് സെലക്റ്റീവായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ MTSന് വേക്കൻസീസ് ബീങ് കളക്റ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വേക്കൻസീസ് ഇതുവരെ റിപ്പോർട്ടഡ് അല്ല, വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴെന്ത് ചെയ്യുന്നു, വേക്കൻസി ഇനി നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസി അപ്ഡേറ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഹവിൽദാറിലേക്കാണെങ്കിൽ എത്ര, 1075 വേക്കൻസിയാണ് ഹവിൽദാറിലേക്ക് വിളിച്ചിട്ടുള്ളത്. രണ്ടിനും ക്വാളിഫിക്കേഷൻ എന്ത് മതി, 10 മതി. അതാണ് മെയിൻ കാര്യം. വേക്കൻസീസ് നമുക്ക് ഏകദേശം ഒരു 5000-6000 വേക്കൻസിയുടെ മുകളിൽ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കുക. ഇപ്പോഴും വേക്കൻസീസ് ബീങ് കളക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ വേക്കൻസി ഉള്ളത് കൊണ്ടാവാം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രതീക്ഷിക്കാം, കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കാം. ഹവിൽദാറിലേക്കാണെങ്കിൽ 1075 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റും അതുപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും ഒക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ട കാര്യം എന്ന് പറയാൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏജ് ലിമിറ്റിന് കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പേജ് നമ്പർ കാര്യങ്ങൾ കാണാം. 3-ാമത്തെ പേജിലാണ് കിടക്കുന്നത്. നോട്ടിഫിക്കേഷൻ, കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേജ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടായാലും വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ അറിയാനായിട്ട് പറ്റും. ഇവിടെ നോക്കുമ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്ന അസോൺ 1/8/2025 1/8/2025 ആണ് ഏജ് ലിമിറ്റിനായിട്ട് പറഞ്ഞേക്കുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാണ്, MTS ആണ്. ഫോർ MTS അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2/8/2000 അതുപോലെ തന്നെ 1/8/2007 ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ബോൺ നോട്ട് ബിഫോർ 2/8/2000. ഓക്കെ, 2/8/2000 മുന്നേ ജനിച്ച ആളാവരുത്, അതുപോലെ തന്നെ 1/8/2007 ശേഷമുള്ള ആളുമാവരുത്. ആ രീതിക്കാണ് എന്ത് പറഞ്ഞേക്കുന്നത്, ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഫോർ MTS. ഇനി ഹവിൽദാറും അതുപോലെ തന്നെ MTSനകത്തുള്ള ചില ഡിപ്പാർട്ട്മെന്റ്സിനും ഏജിൽ കാറ്റഗറി വരുന്ന എന്താണ്, 18 മുതൽ 27 ആണ്. അത് പറഞ്ഞേക്കുന്നത് എങ്ങനെ, 18 മുതൽ 27 വരുമ്പോൾ 2/8/1998 1/8/2007. ഓക്കെ, ആ ഒരു അപ്പർ ലിമിറ്റാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് മുകളിലേക്ക് പോകുന്നത്. MTS ആകുമ്പോൾ 2/8/2000 ആണ്. 2/8/2000 ശേഷം ജനിച്ചവരാവരുത്. ഇനി അതേസമയം ഹവിൽദാർ വരുമ്പോൾ 2/8/1998 ശേഷം ജനിച്ചവർ. അവർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡേറ്റ് 18 മുതൽ 27 വരുന്നത് ഫോർ ഹവിൽദാർ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് ഫ്യൂ പോസ്റ്റ് ഓഫ് MTS ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. MTSനകത്തുള്ള ചില ഡിപ്പാർട്ട്മെന്റ്സിലും ഹവിൽദാറിനാണ് ആ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി നമ്മൾ റിസർവേഷൻ, ഏജ് ലിമിറ്റിനകത്ത് തന്നെ റിസർവേഷൻ നോക്കിക്കഴിഞ്ഞാൽ SSCയുടെ നോർമൽ റിസർവേഷൻ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഏതിനാണ്, SC/ST കാറ്റഗറിക്ക് 5 വർഷവും OBCക്ക് 3 വർഷം. പിന്നെ അങ്ങോട്ടേക്ക് PWD കാറ്റഗറിക്ക് 10 വർഷം, PWD OBCക്ക് 13 വർഷം, PWD SC/STക്ക് 15 വർഷം. അങ്ങനെ ഏജ് റിലാക്സേഷൻ പോകുന്നുണ്ട്. മെയിൻലി
SC/STക്കും അതുപോലെ തന്നെ OBCക്കും വരുന്നത് ഏതാണ്? 5 വർഷവും 3 വർഷമാണ്. അത് എപ്പോഴും SSCക്ക് അങ്ങനെ തന്നെയാണ്. ഏജ് റിലാക്സേഷൻ ഉള്ളത് കോമൺ ആണ് ആ ഒരു കാര്യം, ഏജ് റിലാക്സേഷൻ്റെ കാര്യം. നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം ഏതിൻ്റെയാണ്? ഏജിൻ്റെ ലിമിറ്റാണ്. ആ ഒരു ഏത് ലിമിറ്റിനകത്തുള്ളതാണ് ലാസ്റ്റ്, നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ലിമിറ്റ് നോക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണ്? എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് മെട്രിക്കുലർ എക്സാമിനേഷൻ ഓർ equivalent from a recognized board as on before the cut-off date of 1/8/2025. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കട്ട് ഓഫ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 1/8/2025 മുന്നേ എന്തുണ്ടാവണം? ആ ഒരു പാസ്സായി, നമ്മൾ ആ ഒരു 10ാം ക്ലാസ് പാസ്സായി എന്നുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ, സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതാണ് പറഞ്ഞേക്കുന്നത്. 1/8/2025 എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. അതിലിവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഏതിൻ്റെ കട്ട് ഓഫ് ഡേറ്റും പറഞ്ഞത്, ഏജിൻ്റെ കട്ട് ഓഫ് ഡേറ്റും പറഞ്ഞത്. അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ ഓർത്ത് വെച്ചുള്ള ഡേറ്റ്, ആ ഒരു ഡേറ്റ് അനുസരിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഫീ. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷന് നോർമലി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ആപ്ലിക്കേഷൻ എത്ര ഫീസാണ്. ഇപ്പോൾ റെയിൽവേയുടെ എക്സാം കഴിഞ്ഞവർക്കാണെങ്കിൽ ബോയ്സിന് 500 ഗേൾസിന് 250 ഫീസ് വന്നു. അപ്പോൾ SSCക്ക് അതുപോലെയാണോ? എത്രയാണ് ഫീസ്? അപ്പോൾ എത്ര ഫീസ് ഉള്ളൂ? നമുക്ക് 100 രൂപയേ ഉള്ളൂ. എന്തെന്ന് പറയും നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് എന്തിൻ്റെ ആവശ്യമുള്ളൂ? 100 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കാര്യം ഓർക്കുക. അതൊന്ന് ഡിലേ ആക്കാതെ തന്നെ നേരത്തെ തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി മെയിനായിട്ട് അടുത്ത പറയാനുള്ള കാര്യം എങ്ങനെയാണ് എക്സാം നടക്കുന്നത്, സ്കീം ഓഫ് എക്സാമിനേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുമ്പോൾ SSCയുടെ ബാക്കിയുള്ള പരീക്ഷകളിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടാണ് ഏത് നടക്കുന്നത്? നമ്മുടെ MTS അല്ലെങ്കിൽ ഹവിൽദാർ, MTS ഹവിൽദാറിൻ്റെ എക്സാം നടക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്താണ് സെക്ഷൻ 1 സെക്ഷൻ 2 അങ്ങനെ 2 സെക്ഷനായിട്ടാണ് എക്സാം നടക്കുന്നത്. അതിനകത്ത് സെക്ഷൻ 1-നകത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, നമ്മുടെ മാത്സ്, റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവ്. ഓക്കെ, റീസണിങ് നോർമൽ റീസണിങ്. അതിൽ ഓരോ ഇതിനകത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ്? 20 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 60 മാർക്ക് ഓരോ സെക്ഷൻ. ഇപ്പോൾ മാത്സിനകത്താണെങ്കിൽ 20 ക്വസ്റ്റ്യൻ, റീസണിങ്ങിനകത്താണെങ്കിൽ 20 ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 60 മാർക്ക് വെച്ച് മൊത്തം ഫസ്റ്റ് സെക്ഷൻ എത്ര മാർക്കാണ്? 120 മാർക്കാണ്. സെക്ഷൻ 1 എന്ന് പറയുന്നത് എലിജിബിലിറ്റി ആണ്. നമ്മളത് എലിജിബിൾ ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് ഈ സെക്ഷൻ 1 ഒരിക്കലും നമ്മുടെ ജോലി കിട്ടാനായിട്ടുള്ള റാങ്കിനെ ഒരിക്കലും എന്ത് ചെയ്തില്ല? നിർണ്ണയിക്കത്തില്ല. റാങ്ക് നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്? സെക്ഷൻ 2 ആണ് നമ്മുടെ റാങ്കിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ് ഏതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? നമ്മുടെ സെക്ഷൻ 2-നകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓരോന്നിന്നും 25 ക്വസ്റ്റ്യൻ വെച്ച് ടോട്ടൽ എത്ര മാർക്കിന്? 75 കൂടെ 180 മാർക്കിനാണ് സെക്ഷൻ 2 നടക്കുന്നത്. ഇനി അടുത്ത പല ആൾക്കാരുടെയും ഡൗട്ടാണ്, സാറേ ഈ സെക്ഷൻ 1 ഒരു ദിവസവും സെക്ഷൻ 2 മറ്റൊരു ദിവസമായിട്ടാണോ നടക്കുന്നതെന്നുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ടഡ് ഇൻ 2 sections, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 ഓൺ ദ സെയിം ഡേ. ഓക്കെ, അത് അവർ കറക്റ്റായിട്ട് ഓൺ ദ സെയിം ഡേ ആൻഡ് ബോത്ത് സെക്ഷൻസ് വിൽ ബി മാൻഡേറ്റഡ്. ഓക്കെ, ഒരേ ദിവസം നമ്മൾ ഒരേ ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ 2 സെക്ഷനും അറ്റൻഡ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദ കാൻഡിഡേറ്റ് വിൽ ഗെറ്റ് 45 minutes ടു കംപ്ലീറ്റ് സെക്ഷൻ. ആദ്യത്തെ സെക്ഷൻ 1 ആയിട്ടുള്ള മാത്സ് റീസണിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 45 മിനിറ്റ് കിട്ടും. അതുപോലെ തന്നെ കംപ്ലീഷൻ ഓഫ് 45 minutes സെക്ഷൻ ഓൾ വിൽ ബി ഗെറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ്. ഓക്കെ, എന്താണ് ആ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ക്ലോസ് ആവും 45 മിനിറ്റ് സമയം കഴിയുമ്പോൾ. സെക്ഷൻ 2-ലേക്ക് പോവുകയാണെങ്കിൽ അത് എത്രയാണ്? സെക്ഷൻ 2 വിൽ ഓൾസോ ബി 45 minutes ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ കംപ്ലീഷൻ ഓഫ് 45 minutes ഓഫ് ദ സെക്ഷൻ 2 ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ കം ടു ആൻ എൻഡ്. ഓക്കെ, എന്ത് ചെയ്യും? അതിൻ്റെ എൻഡാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 45 മിനിറ്റ് അടുത്ത 45 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ മൊത്തം 90 മിനിറ്റ്, 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മുടെ എക്സാം എന്ത് ചെയ്യും? എൻഡ് ആവും എന്നുള്ളതാണ്. 2 സെക്ഷനും നിങ്ങൾ ഒരുമിച്ചാണ് എഴുതുന്നത്. രണ്ട് സമയത്തായിട്ടല്ല, 2 ദിവസങ്ങളിലോ 2 പാർട്ടായിട്ടല്ല, ഒരുമിച്ച് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, സെക്ഷൻ 1 സെക്ഷൻ 2. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം സെക്ഷൻ 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നാച്ചർ ആണ്. സെക്ഷൻ 2 ആണ് നമ്മുടെ ജോലിയിലേക്കുള്ള റാങ്ക് നിർണ്ണയിക്കുന്നത്. സെക്ഷൻ 2 ആണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ അടുത്ത നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് സിലബസ്. എല്ലാവരും ചോദിക്കുന്നതാണ് MTSന്റെ സിലബസ് എന്താണ്?
MTSന്റെ സിലബസ് എന്താണ്. ആ സിലബസിനെ പറ്റി അവർ ക്ലിയർ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. പേജ് നമ്പർ 20-ലാണ്. 20-ലും 21-ലും സിലബസ് കിടക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. 20ഉം 21 പേജാണ് നോക്കേണ്ടത്. ഇവിടെ ന്യൂമറിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മാത്സിന്റെ സിലബസ് ഞാൻ എല്ലാ ടോപ്പിക്കും വായിക്കുന്നില്ല. ഇത്രയാണ്. നോർമലി CGL CHSL എന്നെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് ചെറുതാണ് ഇവിടുത്തെ സിലബസ് എന്ന് പറയും. അവിടെ ഉള്ള പോലെ തന്നെ നമ്പർ സിസ്റ്റം, LCM HCF, പെർസെൻറ്റേജ്, റേഷ്യോ, വി ബോട്ട് മാസ്, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഇനി റീസണിങ് നോക്കുമ്പോഴാണെങ്കിലും നേരത്തെ ഉള്ള പോലെ തന്നെ അവിടെ ഇപ്പോൾ CGL-ലും CHSL-ലും ഒക്കെ കണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ എന്തായിരിക്കും എളുപ്പമായിരിക്കും ഇവിടുത്തെ റീസണിങ് എന്ന് പറയുമ്പോൾ. ഏതൊക്കെയാണ് ആൽഫ ന്യൂമറിക്, കോഡിങ്, ഡീകോഡിങ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, നോൺ വെർബൽ റീസണിങ്, ഇതെല്ലാം തന്നെയാണ് റീസണിങ്ങിനകത്തും വരുന്നത്. ഞാൻ കൂടുതലായിട്ട് ടോപ്പിക്കായിട്ട് എടുത്ത് വായിക്കാത്തത് നിങ്ങൾക്ക് വായിച്ച് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് എടുത്ത് വായിക്കാത്തത്. ഇനി അടുത്ത് നോക്കാനുള്ള GK ആണ്. GKയിൽ ജനറൽ അവയർനെസ് നോക്കുമ്പോൾ the broad coverage of the test will be on social studies എന്ന് വെച്ചാൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ, സിവിക്സ്, എക്കണോമിക്സ്. കൂടുതൽ ഏരിയയും വരുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്ന ഏരിയ ഏതാണ്? ഈ ഒരു ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ, സിവിക്സ് നിന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനറൽ സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് അപ് ടു 10th സ്റ്റാൻഡേർഡ്. 10ാം ക്ലാസ് വരെ നമ്മുടെ SCERT ടെസ്റ്റിൽ അല്ലെങ്കിൽ NCERT ടെസ്റ്റിനകത്തൊക്കെ പഠിക്കുന്ന ഈ പറഞ്ഞ ഏതൊക്കെ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസുമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് GKയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇംഗ്ലീഷ് നോക്കുമ്പോൾ എപ്പോഴും ഉള്ള പോലെ തന്നെ വൊക്കാബുലറി, സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഫ്രേസ്, അതാണ് ഇംഗ്ലീഷിനകത്ത്. അതോടൊപ്പം തന്നെ ഗ്രാമർ, നമ്മുടെ എറർ കറക്ഷനും കാര്യങ്ങളൊക്കെ, എറർ സ്പോട്ടിങ് ചെയ്യുക, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് നടത്തുക, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എവിടെ നിന്നും വരിക, ഇംഗ്ലീഷിനകത്തുനിന്നും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനായിട്ടുള്ളത്. നമ്മുടെ സിലബസിനെ പറ്റി നോക്കുമ്പോൾ പറയാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ഓക്കെ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അത് വാക്കിംഗ് വരുന്നത് മെയിലിന് എത്രയാണ്? 1600 മീറ്റർ എത്ര മിനിറ്റിൽ? 15 മിനിറ്റിലും. ഫീമെയിലിനാണെങ്കിൽ 1 കിലോമീറ്റർ എത്ര മിനിറ്റിലാണ്? 20 മിനിറ്റിലാണ്. എന്ന് വെച്ചാൽ 1600 മീറ്റർ എന്ന് പറയുമ്പോൾ 1.6 കിലോമീറ്റർ മെന്നിന് 15 മിനിറ്റ് കൊണ്ടും, ഫീമെയിലിന് വരുമ്പോൾ 1 കിലോമീറ്റർ എത്ര മിനിറ്റുമാണ്? 20 മിനിറ്റുമാണ് ഫിസിക്കൽ വരുന്നത്. ഓക്കെ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ പോസ്റ്റ് ഓഫ് ഹവിൽദാറിനാണ് എന്ത് വരുന്നത്? ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. അതാണ് ഈ പറഞ്ഞ 1600 മീറ്റർ 15 മിനിറ്റ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്ക് എന്താണ്? ഓക്കെ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്ക് എന്താണ്? ഹൈറ്റ് വരുന്ന സമയത്ത് ഹൈറ്റും അതുപോലെ തന്നെ ചെസ്റ്റ് അളവാണ് വേണ്ടത്. ഹൈറ്റ് 157.5 സെന്റിമീറ്റർ ആണ്. റിലാക്സിബിൾ ബൈ 5 സെന്റിമീറ്റർ ഇൻ ദ കേസ് ഓഫ് എന്താണ് ഈ പറഞ്ഞ ആസാമീസ്, അതുപോലെ തന്നെ ഗൂർഖാസ്, ഇവർക്കൊക്കെ എന്ത് വരുന്നുണ്ട്? അതുപോലെ തന്നെ ST കാറ്റഗറിക്കും ഇതിലൊരു റിലാക്സേഷൻ, ഹൈറ്റിനകത്തൊരു റിലാക്സേഷൻ ഉണ്ട്. ചെസ്റ്റ് എക്സ്പാൻഷൻ ആണെങ്കിൽ ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ്. ഫുള്ളി എക്സ്പാൻഡ് ആയിട്ടുള്ള ചെസ്റ്റ് എത്ര ആയിരിക്കണം? 81 സെന്റിമീറ്റർ ആയിരിക്കണം. അവിടെയും എന്താണ് മിനിമം എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ നിന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ 5 സെന്റിമീറ്റർ എങ്കിലും എന്ത് ചെയ്യണം? വിരിയണം. ആ ഒരു കാര്യമാണ് അവർ പറയുന്നത്. അടുത്ത ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഫീമെയിലിന്റെ കേസ് നോക്കുമ്പോൾ 152, മെയിലിനാണ് എത്ര? 157.5 വന്നത്. ഫീമെയിലിന് 152. റിലാക്സേഷൻ വരുന്നത് 2.5 ആണ്. വെയിറ്റ് വരുന്നത് എന്താണ്? ഫീമെയിലിന് 48 ആണ് വെയിറ്റ് വരുന്നത്. അവിടെ റിലാക്സേഷൻ 2 kg റിലാക്സേഷൻ എന്തുണ്ട്? വെയിറ്റിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിസിക്കൽ എന്താണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ഫിസിക്കൽ എലിജിബിലിറ്റി, ആ ഒരു എക്സാമിനേക്ക് വേണ്ട ഫിസിക്കൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ മെയിനായിട്ട് നമുക്ക് ഏതിനെ പറ്റി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ? MTSന്റെ നോട്ടിഫിക്കേഷനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഏജ് ലിമിറ്റിന്റെ കാര്യം നോക്കിക്കോളാം. അതുപോലെ തന്നെ എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ ആ ഒരു കട്ട് ഓഫ് ഡേറ്റ് നോക്കിക്കോളാം. ഇനി അടുത്ത പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ MTS അല്ലെങ്കിൽ SSCക്കകത്തുള്ള ഏതൊരു എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്തും നമുക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട, ലൈവ് ഫോട്ടോ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ ഇഷ്യൂസ് വരാറില്ല. എങ്കിലും അവരതിനകത്ത് പറയുന്ന ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ അത്യാവശ്യം ഓവർ ലൈറ്റ് അല്ലാത്തതും എന്നാൽ ഓവർ ഡിം അല്ലാത്തതായിട്ടുള്ള ഏരിയയിൽ നിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൈൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അത് സ്കാൻ ചെയ്താണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 10 KB-ക്കും 20 KB-ക്കും ഇടയ്ക്കുള്ള
ആ ഒരു എന്താണ് അതിൻ്റെ സൈൻ്റെ സൈസ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് പോകും. അതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനൊരു വഴി ഒരുക്കരുത്. മാക്സിമം എന്ത് ചെയ്യുക, നന്നായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നവർ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, കയറി ചെയ്തോളൂ. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരുത്താതിരിക്കുക. ലാസ്റ്റിലേക്ക് കൊണ്ടുവച്ച് അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റുക, അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത്. നേരത്തെ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ആണ് എനിക്ക് MTSനെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ആയി നിങ്ങൾക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി വരുന്ന എക്സാംസിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എപ്പോഴും ചെക്കൗട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.